സംഭവം അധ്യായം 1. ഈ സിനിമയുടെ പോസ്റ്ററും ഒരു പോസ്റ്ററിൻ്റെ ലേഔട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്. മാത്രമല്ല നമ്മുടെ ഈക്കോയുടെയൊക്കെ ഒരു മോഡലാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ നല്ലൊരു വനാന്തരീക്ഷത്തിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണെന്നുള്ളത് ആ ഒരു പോസ്റ്ററിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമ കാണാൻ ചെന്നത്. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ശരിക്കും കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നി. കാരണം ഒരു ഫാൻസി ഡ്രസ്സ് മോഡായിരുന്നു. ഒരു ഫോറിനറാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ആ ഒരു പവർ പാക്ക് ആദ്യമേ അൺപാക്ക് ചെയ്യുന്ന ഫസ്റ്റ് ഷോട്ടിലാണ്. പക്ഷേ ആ ഒരു പവർ അതിനകത്ത് കിട്ടിയില്ല. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് ഈ ഒരു സംഭവത്തിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സംഭവം പിന്നീടാണ് എന്നെ ഞെട്ടിച്ചളഞ്ഞത്. പിന്നെ അസ്കർ അലി, ഇത് നമ്മുടെ ആസിഫ് അലിയുടെ ബ്രദറാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ ജെസ്റ്റേഴ്സിലൊക്കെ ആസിഫ് അലീനെ നന്നായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസിഫ് അലിയുടെ ബ്രദർ തന്നെ ആയിരിക്കാം. പുള്ളിയാണ് സിനിമ അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകണം. അത് നല്ല ഗംഭീരമായിട്ട് ആൾ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എവിടെയും ഒരു അമച്വറിസം ഒന്നും ഫീൽ ചെയ്തില്ല. എവിടെയൊക്കെ ഒരു ആസിഫ് അലി ഫീൽ കിട്ടിയിരുന്നു. പക്ഷേ എങ്കിലും അത് നന്നായിട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. പിന്നെ ഈ സിനിമ അങ്ങോട്ട് കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ലൂപ്പിൽ വീഴുന്നുണ്ട്. അവിടെ നിന്നാണ് ശരിക്കും സിനിമ പേഴ്സണലി എന്നെ ഞെട്ടിച്ചത്. ഇത് എല്ലാവർക്കും ഇതുപോലുള്ള അനുഭവമാണോന്നില്ല. എനിക്കെന്തായാലും ആ ഒരു തിയേറ്ററിലൊരു ഇമ്മേഴ്സീവ്നെസ് അവിടെ നിന്ന് അങ്ങോട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെയൊക്കെ, അതായത് മലയാളത്തിൽ നിന്നുള്ള ആക്ടേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് എക്സ്ട്രാ ഓർഡിനറിയാണ്. അവരെ കാരണമാണ് ഈ സിനിമ നമുക്കൊരു എൻഗേജ് ചെയ്ത് തോന്നുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെ ഒരു ഇമ്മേഴ്സീവ് കണക്റ്റ് ഫീൽ ചെയ്യുന്നത് അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ പിന്നെ ഈ തിരക്കഥ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ലൂപ്പിലാണ്. അത് നമ്മളെ ശരിക്കും കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ആദ്യമൊക്കെ എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ തോന്നി. പക്ഷേ പിന്നെ അതങ്ങോട്ട് സോർട്ട് ചെയ്ത് എടുത്തു നോക്കിയപ്പോഴത്തേക്ക് സംഭവം രസമുണ്ട്, നല്ല തിരക്കഥയായിട്ട് തോന്നി. അതായത് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ടൈം സ്ലിപ്സാണ്. അത് വെറും ഒരു ടൈം സ്ലിപ്പ് മാത്രമല്ല, അതിലൂടെ ഒരു ത്രില്ലർ എലിമെൻ്റ് ഉണ്ട്. എല്ലാം കൂടെ ഒരു സംഭവമായിട്ട് അതങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു ഇമ്മേഴ്സീവ്നെസ് നന്നായിട്ട് തോന്നിയിരുന്നു. ശരിക്കും സിനിമ ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് എൻഡ് ചെയ്തപ്പോൾ തന്നെ സെക്കൻഡ് ഹാഫിനെ കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് പോലും സിനിമ എങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിലും സിനിമയിൽ നിന്നൊരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമ വർക്കായി, അതായത് കാശ് മുതലായി എന്നുള്ളൊരു സന്തോഷം കിട്ടി. പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, വിനീത് കുമാർ ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ, അസ്കർ അലിയാണ് ലീഡ് റോള്. പിന്നെ ബാക്കി സപ്പോർട്ടിങ് ആക്ടേഴ്സൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അത്ര കണ്ടുവരാത്ത കുറേ മുഖങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ എന്നാൽ പോലും അവരൊക്കെ നന്നായിട്ട് അവരുടെ ക്യാരക്ടേഴ്സിന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രൂ എടുത്ത് പറയേണ്ടത്, ഇതിലൊരു തിയേറ്റർ വൈബ്, സൗണ്ടിങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സൗണ്ട് പക്ഷേ സൈലൻസ് ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ല. എങ്കിലും ഉള്ള ഒരു സാധനത്തിന് നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് സിനിമാറ്റോഗ്രാഫി. ഇങ്ങനെയുള്ള ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമാറ്റോഗ്രാഫി വീക്കായി കഴിഞ്ഞാൽ അവിടെ പോയി സാധനം. പക്ഷേ അത് ആ ഒരു കാടിൻ്റെ സംഭവം നന്നായിട്ട് ഈക്കോലൊക്കെ എടുത്തിരിക്കുന്ന പോലെ അത്രയും ഗംഭീരമാണെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ നന്നായിട്ട് സിനിമാറ്റോഗ്രാഫി വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ഈ സിനിമയുടെ ഒരു സോളാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എടുത്ത് പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ചൊന്നും IMDbയിൽ കാണുന്നില്ല. കാസ്റ്റ് മാത്രമേ ഉള്ളൂ, ക്രൂ ഒന്നുമില്ല, ഒരു ഇൻഫർമേഷനും ഇല്ല ക്രൂവിനെ കുറിച്ച്. ഡയറക്ടർ ജിത്തു സതീശൻ, ക്രൂ ഉണ്ട്. ഫഹദ് സിദ്ദിഖ്, പ്രൊഡ്യൂസേഴ്സ് 3 പേരാണ്. അതുപോലെ മ്യൂസിഷ്യൻ ഗോഡ്വിൻ തോമസ്. അദ്ദേഹത്തിൻ്റെ വേറെ വർക്കുകളൊന്നും ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നന്നായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു യങ്സ്റ്റർ ആണെന്ന് തോന്നുന്നു, പുതിയ ആളാണെന്ന് തോന്നുന്നു. അതുപോലെ അർജുൻ പ്രകാശ് എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി നവീൻ നജോസ്, സൂപ്പർ സിനിമാറ്റോഗ്രാഫി. അതുപോലെ വിഷ്ണു ഗോവിന്ദാണ് ഓഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്, അതും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ള ഒത്തിരി സാധനങ്ങൾ, അതായത് ഈ സാധനത്തിനകത്ത് സൗണ്ട് വെച്ചുള്ള കളികളുണ്ടെങ്കിൽ മാത്രമേ എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് നന്നായിട്ട് നമുക്ക് വ്യൂവേഴ്സിലോട്ട് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നന്നായിട്ട് സൗണ്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തിരി സൈലൻസ് കുറച്ച്, അതായത് നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ സൈലൻസ് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും അത്രത്തോളം എനിക്ക് കിട്ടിയില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് സൗണ്ടിങ് സൂപ്പറാണ്. അതിനൊത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ആയപ്പോഴത്തേക്ക് ഓഡിയോഗ്രാഫി ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് കണ്ട സിനിമകളിൽ പല സിനിമകളും ഞാൻ കണ്ടിട്ട് റിവ്യൂ ചെയ്തിട്ടില്ല. അതിൽ പക്ഷേ ഒരു സിനിമ എനിക്ക് റിവ്യൂ ചെയ്യാനുണ്ട്. അത് പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു.
അത് ഭയങ്കര കോമഡിയാണ്. അത് ഞാൻ കണ്ടെങ്കിലും റിവ്യൂ ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് 2 ദിവസത്തിനകത്ത് ഞാനത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല, തിയേറ്ററിൽ നിന്നൊക്കെ പോയ സിനിമ OTTയിൽ വരാനുള്ളതാണ്. അപ്പോൾ കൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആ സിനിമയെക്കുറിച്ച് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ സിനിമയെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരാനിരിക്കുകയാണ്. അത് കണ്ടിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.